നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച കരാർ ഉടൻ നിലവിൽ വരുമെന്ന് ദാവോസിലെ ഗാസ രാജ്യാന്തര സമാധാന സമിതി വേദിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ദാവോസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി 1 മണിക്കൂറോളം ട്രംപ് ചർച്ച നടത്തി. പിന്നാലെ US, റഷ്യ, യുക്രൈൻ പ്രതിനിധികൾ അടങ്ങിയ സംഘം 2 ദിവസത്തെ ചർച്ച ഇന്ന് UAEയിൽ ആരംഭിക്കുമെന്ന് സെലൻസ്കി പ്രഖ്യാപിച്ചു. ഇതിനു മുൻപ് US നയതന്ത്ര പ്രതിനിധികളുടെ സംഘം വ്ളാദിമിർ പുടിനുമായി ചർച്ച നടത്തും. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് സുപ്രധാന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച കരാർ ഉടൻ നിലവിൽ വരുമെന്ന് ദാവോസിലെ രാജ്യാന്തര സമാധാന സമിതിയിൽ വെച്ചാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ദാവോസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി 1 മണിക്കൂറോളം ട്രംപ് ചർച്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം US, റഷ്യ, യുക്രൈൻ പ്രതിനിധികളുടെ 2 ദിവസത്തെ ചർച്ച ഇന്ന് UAEയിൽ ആരംഭിക്കുമെന്ന് സെലൻസ്കി പ്രഖ്യാപിച്ചു. ഇതിനു മുൻപ് US നയതന്ത്ര പ്രതിനിധികളുടെ സംഘം വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തും. സെലൻസ്കിയുമായി നടത്തിയ ചർച്ച അനുകൂലമായിരുന്നുവെന്ന് പ്രതികരിച്ച ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ യുദ്ധം നിർത്താനായില്ലെങ്കിൽ പുടിനും സെലൻസ്കിയും മണ്ടന്മാരായി പോകും. എന്നാൽ അവർ അങ്ങനെ മണ്ടന്മാരല്ലെന്ന് തനിക്കറിയാമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപുമായി മുൻപ് നടത്തിയ കൂടിക്കാഴ്ച യുക്രൈന്റെ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും നടപടികൾ മുന്നോട്ട് പോകുമെന്നുമാണ് കരുതുന്നതെന്നും സെലൻസ്കി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറാകണമെന്നും എല്ലായ്പ്പോഴും അത് യുക്രൈന്റെ മാത്രം ചുമതലയല്ലെന്നും സെലൻസ്കി പറഞ്ഞു. യുദ്ധത്തെ തുടർന്ന് US മരവിപ്പിച്ച റഷ്യയുടെ ആസ്തികളിൽ നിന്ന് ഗാസയുടെ പുനർനിർമ്മാണത്തിനായി 8,300 കോടി രൂപ നൽകാമെന്ന് ഗാസ രാജ്യാന്തര സമാധാന സമിതിയിൽ റഷ്യ അറിയിച്ചു. എന്നാൽ രാജ്യാന്തര സമാധാന സമിതിയിലെ അംഗമാകുന്നത് സംബന്ധിച്ച തീരുമാനം റഷ്യ പുറത്തുവിട്ടിട്ടില്ല. ലോക നേതാക്കളുടെ ചരിത്രത്തിലെ ഏറ്റവും സവിശേഷവും അഭിമാനകരവുമായ കൂട്ടായ്മ എന്ന് വിശേഷിക്കപ്പെടുന്ന ബോർഡ് ഓഫ് പീസിലേക്ക് കാനഡയെ ക്ഷണിച്ച തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തുറന്ന കത്തിലൂടെയാണ് കാനഡയെ ഈ സമിതിയുടെ ഭാഗമാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയ വിവരം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത്. ഗാസ ഉൾപ്പെടെയുള്ള ആഗോള സംഘർഷ പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകാനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തുന്ന ബോർഡ് ഓഫ് പീസ് ഓർഗനൈസേഷനിലേക്ക് കാനഡയെ ക്ഷണിച്ച തീരുമാനം ട്രംപ് പിൻവലിച്ചു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തുറന്ന കത്തിലൂടെയാണ് കാനഡയെ ഈ സമിതിയുടെ ഭാഗമാക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയ വിവരം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ മാർക്ക് കാർണി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഈ നീക്കം. ആഗോളക്രമത്തിൽ വിള്ളലുകൾ വീഴുന്നതായും വൻശക്തികൾ സാമ്പത്തിക ശക്തികളെ ആയുധമാക്കുന്നതായും കാർണി വിമർശിച്ചിരുന്നു. ഇത് ട്രംപിന്റെ നയങ്ങൾക്കെതിരെയുള്ള വിമർശനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പിന്നാലെ അമേരിക്ക കാരണമാണ് കാനഡ നിലനിൽക്കുന്നത് എന്ന രൂക്ഷമായ മറുപടിയുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഈ സമിതിയിൽ സ്ഥിരാംഗത്വം ലഭിക്കാൻ ഓരോ രാജ്യവും $100 കോടി നൽകണമെന്ന നിബന്ധന കാനഡ അംഗീകരിക്കാത്തതും ട്രംപിനെ പ്രകോപിപ്പിച്ചതായി സൂചനയുണ്ട്. $1 ബില്യൺ നൽകി അംഗത്വം നേടാനില്ലെന്ന് കാനഡയുടെ ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് നീങ്ങിയതായി സ്ഥിരീകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും 837 പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ ഇറാൻ റദ്ദാക്കിയത് അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ഭരണകൂടം ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിനിടെ മേഖലയിൽ വലിയ കപ്പൽപ്പട വിന്യസിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ സൈനിക ശക്തികൾ ഇറാനിലേക്ക് നീങ്ങിയതായും എന്നാൽ ഈ സംഘത്തെ ഉപയോഗിക്കേണ്ടി വരില്ലായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഒന്നും സംഭവിക്കാതിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇറാനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്കിടയിൽ പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തി. നൂറുകണക്കിന് പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ ഇറാൻ റദ്ദാക്കിയത് അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണെന്നും 837 വധശിക്ഷകൾ താൻ തടഞ്ഞതായും ട്രംപ് പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. വധശിക്ഷകൾ നടപ്പിലാക്കിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് തൊട്ടു മുൻപ് ഇറാൻ അത് പിൻവലിക്കുകയായിരുന്നെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളും നിരവധി ഡിസ്ട്രോയറുകളും യുദ്ധവിമാനങ്ങളുമാണ് ഇറാനിലേക്ക് നീങ്ങിയത്. കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരിഗണനയിലാണെന്നും US ഉദ്യോഗസ്ഥർ പറയുന്നു.
2026 മാർച്ച് ഫോർ ലൈഫിൽ പങ്കെടുത്തവർക്ക് ലിയോ 14 മാർപ്പാപ്പ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഗർഭാവസ്ഥ മുതൽ സ്വാഭാവിക മരണം വരെ ജീവന്റെ എല്ലാ ഘട്ടങ്ങളെയും ആദരിക്കണമെന്നും സംരക്ഷിക്കണമെന്നും പരിശുദ്ധ പിതാവ് സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. 2026 ജനുവരി 22 യുഎസിൽ നടന്ന മാർച്ച് ഫോർ ലൈഫിൽ പങ്കെടുത്തവർക്ക് ലയോ 14 മാർപ്പാപ്പ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഗർഭാവസ്ഥ മുതൽ സ്വാഭാവിക മരണം വരെ ജീവന്റെ എല്ലാ ഘട്ടങ്ങളെയും ആദരിക്കണമെന്നും സംരക്ഷിക്കണമെന്നും പരിശുദ്ധ പിതാവ് സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ ഒത്തുകൂടിയ 10,000-കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് വ്യാഴാഴ്ച മാർപ്പാപ്പയുടെ സന്ദേശം പുറത്തുവിട്ടത്. ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക എന്നത് മറ്റെല്ലാ മനുഷ്യാവകാശങ്ങളുടെയും അനിവാര്യമായ അടിത്തറയാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ജീവൻ ഒരു ദാനമാണ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഈ സമാധാനപരമായ റാലിക്ക് പ്രാർത്ഥനയും അപ്പസ്തോലിക ആശീർവാദവും മാർപ്പാപ്പ വാഗ്ദാനം ചെയ്തു. അമേരിക്കയിലെ സുപ്രീം കോടതിയുടെ റോ വേഴ്സസ് വേർഡ് വിധി വന്നതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിക്കുന്നത്. ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച ദിവ്യകാരുണ്യ വാനമ്പാടി അജ്ന ജോർജ് അവളുടെ നിത്യതയിലുള്ള 4ാം ജന്മദിനത്തിൽ ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. കല്ലറയിലെ പ്രാർത്ഥനകളിലും മറ്റു പരിപാടികളിലും എത്തിച്ചേർന്ന ജനസമൂഹം അജ്നയുടെ മരിക്കാത്ത ഓർമ്മകളുടെ തെളിവായി മാറി. മരണത്തെ വെല്ലുന്ന പ്രണയമായിരുന്നു അവൾക്ക് ദിവ്യകാരുണ്യ ഈശോയോട്. ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം യൗവനത്തിന്റെ ലഹരിയായിരുന്നു ആ ഈശോ കൊച്ചിന്. കണ്ണും കാതും തുടങ്ങി ശരീരഭാഗങ്ങൾ ഒന്നൊന്നായി കാർന്നെടുത്ത ക്യാൻസറിന്റെ സഹനങ്ങൾ സ്വർഗീയ മണവാളനിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു ആ ദിവ്യകാരുണ്യ വാനമ്പാടിക്ക്. അജ്ന ജോർജ് ദിവ്യകാരുണ്യ ഭക്തിയുടെ തീക്ഷ്ണതയാൽ കാർലോ അക്യൂട്ടിസിന്റെ സഹോദരി എന്ന ഖ്യാതി നേടിയ കേരള സഭയുടെ അഭിമാനം. 27ാം വയസ്സിൽ മരണത്തോട് മല്ലടിക്കുമ്പോഴും അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം അവൾക്ക് നിർബന്ധമായിരുന്നു. ട്യൂബിലൂടെ പോലും പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ഭൂമിയിലെ അവസാന ദിനങ്ങളിൽ അനേകരോട്, പ്രത്യേകിച്ച് യുവാക്കളോട് ജീവിതവും മരണവും കൊണ്ട് അവൾ സുവിശേഷം പ്രഘോഷിച്ചു. ആ ജീവിതം എത്രത്തോളം ഇന്നും വിശുദ്ധിയുടെ പരിമളം പരത്തുന്നു എന്നതിന് തെളിവായിരുന്നു ജനുവരി 21 ബുധനാഴ്ച അവളുടെ നിത്യതയിലുള്ള 4ാം ജന്മദിനത്തിൽ അവളെ അടക്കിയിരിക്കുന്ന കൊച്ചി തൈക്കൂടം സെന്റ് റാഫേൽസ് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിലുള്ള അനുസ്മരണ ശുശ്രൂഷകൾ. തുടർന്നുള്ള കല്ലറയിലെ പ്രാർത്ഥനകളിലും മറ്റു പരിപാടികളിലും എത്തിച്ചേർന്ന ജനസമൂഹം അജ്നയുടെ മരിക്കാത്ത ഓർമ്മകളുടെ തെളിവായി മാറി. അജ്നയെപ്പറ്റിയുള്ള സാക്ഷ്യങ്ങളും അനുസ്മരണങ്ങളും വാക്കുകളായും ചിത്രങ്ങളായും കണ്ണീരായും അന്തരീക്ഷത്തിലെങ്ങും സുവിശേഷത്തിന്റെ ആഹ്വാനങ്ങളായി പ്രതിധ്വനിച്ചു. അജ്നയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ക്രൂശിതന്റെ മാലാഖ എന്ന ദൃശ്യാവിഷ്കരണം കണ്ണുനീരോടെയല്ലാതെ കണ്ടു തീർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ വീഡിയോ സന്ദേശവും കെയ്റോസ് മീഡിയ അവതരിപ്പിച്ച ഹ്രസ്വ വീഡിയോയുടെ പ്രകാശനവും അനുസ്മരണ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. നമ്മുടെ ഈ തലമുറയിൽ തന്നെ ജീവിച്ച മൺമറഞ്ഞ അജ്നയുടെ മാതൃകാ ജീവിതത്തെ സ്നേഹത്തോടെ ഓർക്കുകയും നന്ദിയോടെ പ്രാർത്ഥനയിൽ ഒന്നിക്കുകയും ചെയ്ത ശുശ്രൂഷകൾ കേരള സഭയ്ക്ക് അഭിമാനത്തിന്റെയും പ്രത്യാശയുടെയും നിമിഷങ്ങളായി മാറുകയായിരുന്നു. ദിവ്യകാരുണ്യനാഥനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ എത്രമാത്രം അവൾ ആഗ്രഹിച്ചുവോ അത്രമാത്രം സഹനം അവളെ പാഞ്ഞെടുത്തു. ആ സഹനത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈശോയെ അവൾ ആത്മാർത്ഥമായി തൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹിച്ച് ജീവിതത്തിലേക്ക് ഈശോയുടെ ജീവിതത്തിലേക്ക് അവൾ അലിഞ്ഞു ചേർന്നത്. ക്ഷമയുടെ മാതൃക കാണിച്ച് ഒഡീഷ പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക് ബജ്രംഗ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുകയും ശേഷം ബലമായി ചാണകം കഴിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് പാസ്റ്റർ അക്രമികളോട് ക്ഷമിക്കുന്നതായി അറിയിച്ചത്. ക്ഷമയുടെ മാതൃക കാണിച്ച് ഒഡീഷ്യൻ പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക് താൻ അനുഭവിച്ച കഠിനമായ ആഘാതങ്ങൾക്കിടയിലും ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിന്റെ രക്തസാക്ഷിത്വ വാർഷികത്തിൽ വിശ്വാസവും സമാധാനവും വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക് അക്രമികളോട് ക്ഷമിക്കുന്നതായി അറിയിച്ചു. അദ്ദേഹം കാത്തലിക് കണക്റ്റുമായി നടത്തിയ സംഭാഷണത്തിൽ ക്ഷമയുടെ പാത തിരഞ്ഞെടുക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. തന്നെ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തവരോടും തന്നെ തെറ്റായി കുറ്റപ്പെടുത്തിയവരോടും ക്ഷമിക്കുന്നുവെന്ന് പാസ്റ്റർ പറഞ്ഞു. നമ്മുടെ ദൈവം നിരുപാധികമായി നമ്മോട് ക്ഷമിക്കുന്നു. ക്ഷമിക്കാൻ അവൻ നമ്മെ പഠിപ്പിക്കുന്നു.
ആ ആത്മാവിൽ ഞാൻ അവരോട് ക്ഷമിക്കുകയും എല്ലാം ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരികളോടുള്ള തന്റെ ഏക അഭ്യർത്ഥന സമാധാനപരമായി ജീവിക്കുവാനും ഭയമില്ലാതെ തന്റെ വിശ്വാസം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് മാത്രമാണെന്നും അദ്ദേഹം പങ്കുവച്ചു. തന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞുപോയ ദിനങ്ങളിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്ത എല്ലാവർക്കും പാസ്റ്റർ നന്ദി പറഞ്ഞു. തന്നോടൊപ്പം നിന്ന എല്ലാവർക്കും തന്റെ ഹൃദയംഗമമായി നന്ദി അറിയിക്കുന്നുവെന്നും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഐക്യദാർഢ്യവും പിന്തുണയുമാണ് തനിക്ക് ശക്തിയും പ്രതീക്ഷയും നൽകിയതെന്നും പാസ്റ്റർ അനുസ്മരിച്ചു. ഒഡീഷയിൽ പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക്കിനെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച സംഭവം 2 ആഴ്ചയിലേറെ പിന്നിട്ടിട്ടും ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. യാതൊരു പോലീസ് നടപടികളും ഉണ്ടായിട്ടുമില്ല. ഇത് പോലീസിന്റെ നിഷ്ക്രിയത്വവും നീതി ലഭിക്കുന്നതിലെ കാലതാമസവും വ്യക്തമാക്കുന്നു. ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിലും സർക്കാർ പുലർത്തുന്ന മൗനവും ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുവെന്നും കാത്തലിക് കണക്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജനുവരി 4 ഞായറാഴ്ചയായിരുന്നു ഒഡീഷയിലെ ധെങ്കനാൽ ജില്ലയിലെ പർജാങ് ഗ്രാമത്തിൽ പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക്കിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ബജ്രംഗ് ദൾ പ്രവർത്തകർ ബലമായി ചാണകം കഴിക്കാൻ നിർബന്ധിച്ച സംഭവമുണ്ടായത്. 40ഓളം പേരടങ്ങുന്ന ഒരു സംഘം പുറത്ത് തടിച്ചുകൂടി ബലമായി വീട്ടിൽ കയറി അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിശ്വാസതരംഗം സൃഷ്ടിക്കാൻ ഒരുങ്ങിയ യുവാക്കൾ. ഈസ്റ്റർ വിജിലിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ 110ലധികം ആളുകൾ ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു. ഈസ്റ്റർ അടുക്കുമ്പോൾ കാൻസാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്നത് വലിയ വിശ്വാസ വസന്തത്തിന്റെ വാർത്തകൾ. 110ലധികം വരുന്ന ഒരു വലിയ സംഘമാണ് കത്തോലിക്ക സഭയിൽ അംഗമാകാൻ തയ്യാറെടുക്കുന്നത്. അതിൽ കൂടുതലും വിദ്യാർത്ഥികളായ യുവജനങ്ങളാണെന്ന സന്തോഷ വാർത്തയുമുണ്ട്. സെന്റ് ഇസിഡോർ കാത്തലിക് സ്റ്റുഡന്റ് സെന്ററിലെ ഓർഡർ ഓഫ് ക്രിസ്ത്യൻ ഇനിഷ്യേഷൻ ഓഫ് അഡൽട്സ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് ഈ സംഖ്യ സാധാരണയുടെ 3 ഇരട്ടിയാണ്. ഇത് രാജ്യത്തുടനീളം യുവാക്കൾക്കിടയിൽ വ്യാപകമാകുന്ന ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന്റെ ശ്രദ്ധേയമായ ഉദാഹരണമാണ്. അധ്യയന വർഷത്തിന് വളരെ മുൻപ് തന്നെ ഈ കുതിച്ചുചാട്ടം ആരംഭിച്ചുവെന്നും 2025 വേനൽക്കാലത്ത് സൈൻ ആപ്പുകൾ ക്രമാനുഗതമായി വർദ്ധിച്ചുവെന്നും OCIA ഡയറക്ടർ റിച്ച് പിങ്സ്റ്റൺ പറഞ്ഞു. ക്രൈസ്തവ വിശ്വാസത്തിൽ വീണ്ടും സ്ഥിരീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ, തീർത്തും അക്രൈസ്തവരായവർ തുടങ്ങി വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ് സ്ഥാനാർത്ഥികൾ. ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള യഥാർത്ഥ ആഗ്രഹവും സഭയുടെ സമ്പന്നമായ പാരമ്പര്യവും ആരാധനാക്രമ സൗന്ദര്യം അനുഭവിക്കാനുള്ള ആഗ്രഹവുമാണ് പലരെയും ആകർഷിക്കുന്നത്. സെന്റ് ഇസിഡോറിന്റെ പാസ്റ്ററായ ഫാദർ ഗെയിൽസ് ഹാമർഷ്മിൽറ്റ് ഇടവകയിൽ പ്രതീക്ഷിച്ചതിലും വലിയ ഈസ്റ്റർ വിജിലൻസിനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വിശ്വാസ വസന്തത്തെ ഒരു അത്ഭുതം എന്ന് ഫാദർ ഗെയിൽ വിശേഷിപ്പിച്ചു. അദ്ദേഹവും ഇടവകക്കാരും ഈ വളർച്ചയെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ അടയാളമായും ക്യാമ്പസിലെ കത്തോലിക്ക ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്ന നിമിഷമായും കാണുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. യുഎസിലെ മിനസോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് പോൾ ദേവാലയത്തിൽ ഞായറാഴ്ച പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തിയ പ്രതിഷേധക്കാർ. ICE പ്രതിഷേധക്കാരാണ് ആരാധനാ പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തി ദേവാലയത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ആരാധനയ്ക്കിടെ ICE ഔട്ട്, ഹാൻഡ്സ് അപ്പ് മുതലായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തിയത്. 2026 ജനുവരി 18 യുഎസിലെ മിനസോട്ടയിൽ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിനെതിരായി പ്രതിഷേധിക്കുന്ന ഒരു സംഘം സെന്റ് പോൾ ദേവാലയത്തിൽ അതിക്രമിച്ചു കയറി ആരാധന കർമ്മങ്ങൾ തടസ്സപ്പെടുത്തിയത്. ദേവാലയത്തിലേക്ക് കയറിയ പ്രതിഷേധക്കാർ ICE ഔട്ട്, ഹാൻഡ്സ് അപ്പ്, ഡോണ്ട് ഷൂട്ട് എന്നീ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ആരാധനാ അനുഷ്ഠാനങ്ങൾക്ക് തടസ്സം നിന്നു. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ദേവാലയത്തിലെ പാസ്റ്റർ ഡേവിഡ് ഈസ്റ്റർവുഡിനെ പ്രതിഷേധവുമായി വന്നെത്തിയ സംഘം ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. 2026 ജനുവരി 13 റെയ്ഡിനിടെ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഗേജ്മെന്റ് വധിച്ച ആന്റി ഇമിഗ്രേഷൻ പ്രതിഷേധക്കാരിൽ ഒരാളായ റെനി നിക്കോള ഗുഡിന്റെ മരണത്തോടെയാണ് മിനിസോട്ടയിലും മിനപ്പോളിസിലും വലിയ തോതിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. ഗ്രീൻലൻഡ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിൽ നിർണായകമായ മാറ്റം. നേറ്റോ മേധാവിയുമായി ഫ്രെയിംവർക്ക് കരാറിൽ ഒപ്പുവെച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന താരിഫ് ഭീഷണി ട്രംപ് പിൻവലിച്ചു. നേറ്റോ സെക്രട്ടറി ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഗ്രീൻലൻഡ് വിഷയത്തിൽ ധാരണയായത്. ഗ്രീൻലൻഡ് അമേരിക്കയുടെ ഭാഗമാകുന്നത് സുരക്ഷാപരമായി ഗുണകരമാകുമെന്ന് ട്രംപ് ആവർത്തിച്ചു. ഗ്രീൻലൻഡ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിൽ നിർണായകമായ മാറ്റം. നാറ്റോ മേധാവിയുമായി ഫ്രെയിംവർക്ക് കരാറിൽ ഒപ്പുവെച്ചു. ഡൊണാൾഡ് ട്രംപും നാറ്റോ സെക്രട്ടറി ജനറലും തമ്മിൽ നടന്ന നിർണായക ചർച്ചകൾക്കൊടുവിലാണ് ഗ്രീൻലൻഡ് വിഷയത്തിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഉയർത്തിയിരുന്ന താരിഫ് ഭീഷണി ഔദ്യോഗികമായി പിൻവലിച്ചു. ഗ്രീൻലൻഡ് വാങ്ങാനുള്ള അമേരിക്കയുടെ താൽപര്യം നേരത്തെ തന്നെ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു. നാറ്റോ മേധാവിയുമായി ഉണ്ടാക്കിയ പുതിയ ഫ്രെയിംവർക്ക് കരാർ
കരാർ പ്രകാരം ഈ വിഷയത്തിൽ ഇരുപക്ഷത്തിനും സമ്മതമായ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് സൂചന. ഗ്രീൻലൻഡ് കൂടെയുള്ളത് അമേരിക്കയ്ക്ക് കൂടുതൽ നല്ലതാണ് എന്ന് ചർച്ചയ്ക്കിടെ ട്രംപ് നാറ്റോ സെക്രട്ടറി ജനറലിനോട് വ്യക്തമാക്കി. ഈ പുതിയ കരാറിലൂടെ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നൈജീരിയയിലെ 2 ദേവാലയങ്ങളിൽ ജനുവരി 18 ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ആയുധധാരികളായ തീവ്രവാദികൾ റെയ്ഡ് നടത്തി 163 ക്രൈസ്തവ വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോയതായി നൈജീരിയൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. നൈജീരിയയിലെ കഡുന സംസ്ഥാനത്തെ കജരു തദ്ദേശ സ്വയംഭരണ പ്രദേശത്തെ ഒരു ഗ്രാമീണ ക്രിസ്ത്യൻ സമൂഹത്തിലാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 2026 ജനുവരി 18 ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. നൈജീരിയയിലെ 2 ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കിടെ ആയുധധാരികളായ ഒരു സംഘം തീവ്രവാദികൾ റെയ്ഡ് നടത്തി 163 ക്രൈസ്തവ വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോയതായി നൈജീരിയൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. നൈജീരിയയിലെ കഡുന സംസ്ഥാനത്തെ കജുരു തദ്ദേശ സ്വയംഭരണ പ്രദേശത്തെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നത് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ആദ്യം 172 പേരെയാണ് തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അവരിൽ 9 പേർ രക്ഷപ്പെട്ടിരുന്നു. സംഭവത്തെക്കുറിച്ച് പ്രാദേശിക അധികാരികൾ ഇപ്പോഴും അന്വേഷിക്കുകയും തട്ടിക്കൊണ്ടുപോയ ക്രൈസ്തവരുടെ എണ്ണം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ. നൈജീരിയയിലെ തട്ടിക്കൊണ്ടുപോകൽ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണിത് എന്നാണ് സംഭവത്തെ അധികൃതർ വിലയിരുത്തുന്നത്. 2025 നവംബറിൽ നൈജർ സംസ്ഥാനത്തെ പൈറയിലുള്ള സെന്റ് മേരീസ് കാത്തലിക് പ്രൈമറി സെക്കൻഡറി സ്കൂളുകളിൽ ആയുധധാരികളായ ആക്രമികൾ റെയ്ഡ് നടത്തി. റെയ്ഡിൽ ഏകദേശം 303 കുട്ടികളെയും 12 അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം എല്ലാ വിദ്യാർത്ഥികളെയും സുരക്ഷാ സേന രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. തട്ടിക്കൊണ്ടുപോകലിന് ശേഷം US നൈജീരിയൻ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുവാൻ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പ്രസിഡന്റ് ഷോൺ റൈറ്റ് ആഹ്വാനം ചെയ്തു. നൈജീരിയയിൽ 160-ലധികം ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയ വാർത്ത എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നും പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടി നിരപരാധികളായ ആളുകൾക്കെതിരായ ക്രൂരമായ പ്രവൃത്തിയാണിതെന്നും തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരുടെ സുരക്ഷിതമായി തിരിച്ചുവരവിനും അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസത്തിനും ഈ അക്രമത്തിന് പകരം സമാധാനം സ്ഥാപിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്നോടൊപ്പം ചേരുവാൻ ലോകമെമ്പാടുമുള്ള ആളുകളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നും ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പ്രസിഡന്റ് ഷോൺ റൈറ്റ് പറഞ്ഞു. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.